ഉപ്പുമാവ് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇങ്ങനൊന്ന് പരീക്ഷിച്ച് നോക്കിയേ. കൊച്ചു കുട്ടികൾക്ക് വരെ എപ്പോഴും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ്. ഒരു 8 ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ക്യാരറ്റും അരിഞ്ഞു വെക്കുക. 2 സ്പൂൺ ഉഴുന്നും ഒരു 8 ഏലയ്ക്കയും ഒരു വറ്റൽമുളകും നെയ്യും ഉപ്പും റെഡിയാക്കി വെക്കുക. കടയിൽ നിന്ന് വാങ്ങിയ വറുത്ത റവയുടെ പാക്കറ്റാണ്. നമ്മളൊരു 2 കപ്പ് വറുത്ത റവ എടുത്തിട്ടുണ്ട്. അത് വറുത്തതാണെങ്കിലും ഒന്നുകൂടി ഒരു 5-6 മിനിറ്റ് നമ്മൾ വറുത്തെടുത്താലേ അത് വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അടുപ്പിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് ചൂടാക്കി ബ്രൗണിഷ് ആകാതെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്ത് വെക്കുക. ചൂടായി കഴിയുമ്പം നെയ്യിട്ട് ചൂടാക്കുക. നമ്മുടെ ഏലക്കായും ഉഴുന്നും അങ്ങോട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അങ്ങോട്ടിടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് അതിനകത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. ശേഷം വേഗം വെച്ച് പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ ഒരു ശകലം നെയ്യൂടിട്ട് നമ്മൾ കാഷ്യൂ ഇട്ട് വറക്കാൻ പോവാണ്. കാഷ്യൂ ഞാൻ ഓവന് വെച്ച് ഇച്ചിരി ചൂടാക്കി അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ആണ് ഇതിനകത്തിട്ട് വറക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഒരു ശകലം നേരത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ആദ്യമേ അത് വറക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പം അത് കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകാനുള്ള ഒരിതുണ്ട്. അതൊക്കെ ഇതിനകത്ത് ഹൈലൈറ്റ് ആയതുകൊണ്ട് അത് ഇച്ചിരി സൂക്ഷിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയിട്ട് വറുത്തെടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അത് ഒത്തിരി കളറൊന്നും മാറാതെ ഒരു മീഡിയം ലെവലിൽ വറുത്ത് കിട്ടിയാൽ മതി, ഓൾറെഡി വറുത്തിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി എല്ലാം കൂടെ അത് കൂട്ടി മിക്സ് ചെയ്തെടുത്ത് അടിപൊളിയായിട്ടിരിക്കും. എന്നിട്ട് ഒരു 100 ഗ്രാം ബദാം എടുത്തിട്ട് ഓവനകത്ത് വെച്ച് ഒരു 2.5 മിനിറ്റ് ചൂടാക്കിയിട്ട് അതിൻ്റെ ചൂടാറാൻ 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. അത് നേരെ മിക്സിക്കകത്തോട്ട് കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാമെങ്കിൽ അടിപൊളി പൊടിയായിട്ട് കിട്ടും. ആ പൊടി നേരെ ഇതിനകത്തോട്ട് ഇടാമെങ്കിൽ പിള്ളേരറിയത്തില്ല. പിള്ളേർക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കിനാണ് അത് കഴിക്കാൻ ബുദ്ധിമുട്ട്. ഇത് മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തെടുത്ത് കൊടുക്കാമെങ്കിൽ ഇതിനകത്തിട്ട് ഇളക്കാൻ കൊടുക്കാമെങ്കിൽ അത് പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അത് നേരെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി മറിച്ചൊന്ന് എടുത്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കുക. എന്നിട്ട് 2 കപ്പ് റവയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ആ 2 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ആ വെള്ളം കെറ്റിലിനകത്ത് വെച്ച് തിളപ്പിച്ചിട്ടാണ് ഒഴിച്ചത്. ഒരു മീഡിയം ചൂട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സമയം പോകാതെ പെട്ടെന്ന് തിളച്ച് കിട്ടുമല്ലോ. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് മൊത്തം നമ്മൾ 1.25 ടീസ്പൂണാണ് ഉപ്പിട്ടേക്കുന്നത് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. പെട്ടെന്ന് തിളച്ച് കിട്ടും. എന്നിട്ട് കുറേശ്ശെയായിട്ട് നമ്മുടെ റവ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു ക്രൂഷ്യൽ ടൈമാണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഈ റവ ഇടുകയും ഇളക്കുകയും കൂടി ഒരുമിച്ച് ചെയ്യേണ്ടത് കൊണ്ട് പാത്രം മറിഞ്ഞ് താഴെ പോകാൻ വേണ്ടി സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇളക്കി മൊത്തം യോജിപ്പിച്ചിട്ട് നേരെ എടുത്ത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കുക. സംഗതി ഏറെക്കുറെ റെഡിയായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട്. നമ്മൾ നേരത്തെ കടുക് ഇട്ടില്ലായിരുന്നു. ഒരിച്ചിരി നെയ്ക്കകത്തോട്ട് ഒരിച്ചിരി കടുകും നമ്മുടെ വറ്റൽ മുളകും അങ്ങോട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി നേരെ അതിൻ്റെ പുറത്തോട്ട് ഒന്ന് താളിച്ച് ഇട്ട് കഴിഞ്ഞാൽ സംഗതി ക്ലിയറായി. കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട്, എന്നാലേ അതിനൊരു ഗുമ്മ കിട്ടത്തുള്ളൂ. ഇവിടെ സാധനം ലഭ്യമല്ലാത്തത് കൊണ്ടാണ് തൽക്കാലം അതില്ലാതെ ഇത് വെച്ചിരിക്കുന്നത്. നമ്മൾ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 4 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാനുള്ള നല്ല രുചികരമായ ഉപ്പുമാവാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. താങ്ക് യു.